ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. ഇപ്പം നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിലേക്കുള്ള എക്സാം PSC പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓഗസ്റ്റ് മാസം 22 ആ ഒരു എക്സാം നടക്കുക, ശനിയാഴ്ചയാണ്. അതുപോലെ തന്നെ ആ ഒരു എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കയറി വരുന്ന ഒരു പരീക്ഷയാണ്. ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ ജനറൽ PSCയുടെ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ അതേ സിലബസ് തന്നെയാണ് അവിടെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിൽ നോക്കാം. അതുപോലെ തന്നെ പലർക്കും എന്താണ് ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് എന്നുള്ള ജോബ് റോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതും നമുക്കൊന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ നെയിം ഓഫ് ദ പോസ്റ്റ് വരുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ലീഗൽ മെട്രോളജി ആണ്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ് വരിക. നമുക്ക് പ്രധാനമായിട്ടുമുള്ള ഓഫീസുകൾ നോക്കാം. നമുക്ക് ഡയറക്ടറേറ്റ് ഉണ്ട്. ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്താണ് വരിക. അത് കൂടാതെ നമുക്ക് 3 റീജിയണൽ ഓഫീസുണ്ട്. ഒന്ന് കൊല്ലം, അടുത്തത് എറണാകുളം, പിന്നെ വരുന്നത് നോർത്തിൽ മലപ്പുറമാണ് കാണിക്കുന്നത്. കൂടാതെ 14 ജില്ലാ ഓഫീസുകളുണ്ട്. അതുപോലെ തന്നെ നിലവിൽ 78 താലൂക്ക് ഓഫീസുകളുണ്ട്. ഇത്രയും ഓഫീസുകളെ ലീഗൽ മെട്രോളജിക്ക് നിലവിൽ ഉള്ളൂ. ഇത് കൂടാതെ ഇപ്പം നമ്മുടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ എന്താണ്, പുതിയ താലൂക്കുകളും പുതിയ ജില്ലകളും വരുമ്പം അവിടെ എന്ത് ചെയ്യും, ജില്ലാ ഓഫീസുകളും അതുപോലെ തന്നെ താലൂക്ക് ഓഫീസുകളും അവിടെ രൂപപ്പെടും. അപ്പോൾ വീണ്ടും എന്താണ്, അവിടെ കുറച്ചും കൂടെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ പരമാവധി ഒരു താലൂക്കിൽ 2 ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ, അധികം ഒന്നും ഉണ്ടാകില്ല. അപ്പം ഏകദേശം എന്താണ്, പുതിയ ഇതും കൂടെ വരുമ്പം കുറച്ചും കൂടെ എണ്ണം കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഉള്ളൂ. 2006 മുതൽ 2011 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ആകെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റുമാരുടെ കേഡർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 115 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പം താലൂക്കുകളുടെ എണ്ണം കൂടി 65-ൽ നിന്ന് 78 താലൂക്കായി. അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പം കേഡർ സ്ട്രെങ്തിൽ ആനുപാതികമായിട്ടുള്ള മാറ്റം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ തസ്തികയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത്, ഞാൻ പറഞ്ഞു സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ സ്പെഷ്യൽ ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഉള്ളത് 10 മാർക്കാണ് നമ്മളുടെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ആ 10 മാർക്കിൽ ബേസിക്സ് ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ബേസിക്സ് ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞാൽ, അന്താരാഷ്ട്ര ലീഗൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ലീഗൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ, ഇന്ത്യയിലെ ദേശീയ റെഫറൻസ് ലബോറട്ടറി ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥാപനം ഏതാണ്, അതുപോലെ തന്നെ നമ്മൾ 8ാം ക്ലാസ്സിൽ SI യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 7 യൂണിറ്റുകൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതും എന്താണ്, ബേസിക്സ് ഓഫ് ലീഗൽ മെട്രോളജിയാണ്, അളവ് തൂക്കം. പിന്നെ വരുന്നത് കുറച്ച് ഉപകരണങ്ങളാണ്. ആ ഉപകരണങ്ങളുടെ വർക്കിംഗ് പ്രിൻസിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന തത്വമല്ല നമുക്ക് പഠിക്കേണ്ടത്, അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ലീഗൽ മെട്രോളജി ബേസിക്സ് ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ അത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ തവണ ചോദിച്ചത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് സെക്ഷൻസ് ഓഫ് ലീഗൽ മെട്രോളജി ആക്ട് ആണ്. 2009 രൂപീകരിക്കപ്പെടുകയും 2011 നിലവിൽ വരികയും ചെയ്ത ലീഗൽ മെട്രോളജി ആക്ട് 2009 ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു കുറച്ച് സെക്ഷൻസ്, ഒരു 10-13 സെക്ഷൻസ് പഠിക്കാനായിട്ടുണ്ട്. ആ സെക്ഷൻസിൽ നിന്ന് നമുക്ക് എത്രയാണ്, 1 മാർക്കേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ആ സെക്ഷൻസിൽ എന്താണ്, ഏതൊക്കെ തരം കുറ്റകൃത്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്, ആ കുറ്റകൃത്യങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ പറയുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ ആരെന്ന് പറയുന്നുണ്ട്, എത്ര ദിവസത്തിൻ്റെ ഗ്യാപ്പിനിടയിലാണ് ഓരോ കാര്യവും ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം ലീഗൽ മെട്രോളജി ആക്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റും ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റും ഒക്കെ പഠിച്ചിട്ട് PSC പരീക്ഷയ്ക്ക് പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലീഗൽ മെട്രോളജി ആക്ടിൻ്റെ ഓരോ സെക്ഷനും പഠിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഇനി അതുകൂടാതെ നമുക്ക് വരുന്നത് റൂൾസ് ഓഫ് ലീഗൽ മെട്രോളജി പാക്കേജ്ഡ് കൊമ്മോഡിറ്റി റൂൾസ് ആണ്. 2011 റൂളാണ്. ആ റൂളിൽ നമുക്ക് 4 റൂള് പഠിക്കാനുണ്ട്. 6, 7, 8, 10.
9 ഇല്ല 10. അപ്പോൾ അതിൻ്റെ അകത്ത് പാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നിബന്ധനകളും നിർദ്ദേശങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു മുളക് പൊടി വാങ്ങുമ്പം ആ പാക്കിങ്ങിൻ്റെ പുറത്ത് വെള്ള കളറിൽ ഒരു സാധനം ഇല്ലേ, അത് നമ്മൾ ഡിസ്പ്ലേ പാനൽ എന്നാണ് പറയുന്നത്. ആ ഡിസ്പ്ലേ പാനലിൻ്റെ കാര്യങ്ങൾ, പാക്കിങ്ങിലുള്ള ഏതൊക്കെ അക്ഷരത്തിൻ്റെ വലിപ്പം, എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് അവിടെ വരേണ്ടത്, അതുപോലെ എന്താണ് മിനിമം ഒരു പാക്കിൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, മിനിമം വോളിയം എത്രയാണ് വരേണ്ടത് ഈ ഡിസ്പ്ലേ പാനൽ ഇല്ലാതെ വരാൻ വേണ്ടി, അങ്ങനെയുള്ള കുറച്ച് എന്താണ് നിബന്ധനകളും നിർദ്ദേശങ്ങളുമാണ് ഈ റൂളിൽ പറയുന്നത്. 4 റൂളേ ഉള്ളൂ. 4 റൂളിൽ നിന്ന് 2 മാർക്കാണ് ചോദിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് റൂൾസ് ഓഫ് കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെൻറ്റ് റൂൾസ് ആണ്, എൻഫോഴ്സിങ് ആണ്. അപ്പോൾ അത് വരുന്നത് 2012 ആക്ട് ആണെങ്കിലും ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് 2024 ഇതിൻ്റെ അകത്ത് കുറച്ച് ഭേദഗതി വരുത്തി 2024 ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനകത്ത് വലിയ ഭേദഗതി ഒന്നുമില്ല. 2012 റൂളിൻ്റെ പേര് 2024 റൂളെന്നാക്കുന്നു, ഒന്നാമത്തെ ഭേദഗതി. പിന്നെ എന്തെങ്കിലും കാലഹരണപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കി പുതിയ കാര്യങ്ങൾ ചേർക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് സെക്ഷൻസ് ഒരു 7 സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. അതാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ ഇൻഎഫക്റ്റീവ്ലി നമ്മൾ 2012 എന്ന് പറയുമ്പോഴും എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ഈ പറയുന്ന 2024 അതിൻ്റെ അകത്ത് സെക്ഷൻസിൻ്റെ അകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല ആ സെക്ഷൻസിൽ. ഓക്കെ, ആ റൂളൊന്ന് ചെറുതായിട്ട് പേരും കാര്യങ്ങളും ഒക്കെ അമെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ നോക്കിയെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ നിന്നും എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സിലബസ് വ്യക്തമായി, ഏതാണ് ഡിപ്പാർട്ട്മെൻ്റ് എന്നും മനസ്സിലായി. ഇനി എന്താണ് ജോബ് റോള്? ജോബ് റോൾ ഇത്രയേ ഉള്ളൂ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർമാരെ സഹായിക്കുക, അവരെ അസിസ്റ്റ് ചെയ്യുക, അതാണ് ജോബ് റോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഒന്നാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അടിസ്ഥാന ഏകകം ഏതാണ്? അപ്പോൾ നമ്മൾ SI യൂണിറ്റ് 7 പഠിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ലിറ്റർ ഉണ്ട്, ടൺ ഉണ്ട്, മിനിറ്റ് ഉണ്ട്, മോൾ ഉണ്ട്, അല്ലേ? ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ക്യൂബാണ്, നമ്മൾ മീറ്റർ ആണ് നീളത്തിന് എടുക്കുന്നത്. ടൺ നമ്മൾ കിലോഗ്രാം ആണ് എടുക്കുന്നത് അടിസ്ഥാന യൂണിറ്റ്. മിനിറ്റ് അല്ല, സെക്കൻഡാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ അടിസ്ഥാനമായിട്ട് ഏതേ ഉള്ളൂ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. 7 SI യൂണിറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചാൽ, അതിന് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും പഠിക്കണം എന്നില്ല. മിനിമം കേരള സർക്കാരിൻ്റെ SCERT 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം വായിച്ച് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നാണ് ആ ചോദ്യം. മീറ്റർ ലെന്ത്, കിലോഗ്രാം മാസ്, സെക്കൻഡ് ടൈം, ആംബിയർ ഇലക്ട്രിക് കറണ്ട്, കെൽവിൻ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, മോള് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, കാൻഡല ലൂമിനസ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരിക എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക്. ഇന്ത്യയുടെ ദേശീയ സ്റ്റാൻഡേർഡുകൾ. ഇപ്പോൾ നാഷണൽ സ്റ്റാൻഡേർഡ് നമുക്ക് 2 ഉണ്ട്, പ്രൈമറി സ്റ്റാൻഡേർഡും ഉണ്ട്, സെക്കൻഡറി സ്റ്റാൻഡേർഡും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നാഷണൽ സ്റ്റാൻഡേർഡ് ആണ്, അത് പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ്. സൂക്ഷിച്ചിരിക്കുന്ന ലബോറട്ടറി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. പഠിച്ചാലേ, ആ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചാലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇത് ആൻസർ വരുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. ഡൽഹി ആണ് ആൻസർ വരുന്നത്. ഇന്ത്യയുടെ നാഷണൽ സ്റ്റാൻഡേർഡ് സൂക്ഷിച്ചിരിക്കുന്ന ലബോറട്ടറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NPL ഡൽഹിയാണ്. അതിന് NPL ഡൽഹിയെ തിരഞ്ഞെടുക്കുന്നത് ഇതുവഴിയാണ്, ലീഗൽ മെട്രോളജി ആക്ട് 2009 പ്രകാരമാണ്. അപ്പോൾ ആരാണ് NPL ഡൽഹിക്ക് അംഗീകാരം കൊടുക്കുന്നത്? ഇന്ത്യൻ പാർലമെന്റ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണ്ടേ? പഠിച്ചിരിക്കണം. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിയമപരമായ അളവ് ഉപകരണമല്ലാത്തത് തിരഞ്ഞെടുക്കുക. അതായത് ലീഗൽ മെട്രോളജി ആക്ട് 2009 പ്രകാരം നിഷ്കർഷിക്കുന്ന ഉപകരണം അല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പം ലീഗൽ മെട്രോളജി ആക്ടിൻ്റെ അകത്ത് വരുന്ന ഉപകരണം ഏതൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ലീഗൽ മെട്രോളജി 2009 ആക്ടിൻ്റെ അകത്ത് പറയുന്നതും പരാമർശിക്കപ്പെടുന്നതും ഉപകരണങ്ങൾ. അപ്പോൾ ഇവിടെ ടാക്സി ഫെയർ മീറ്റർ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ആ മീറ്റർ ഉപയോഗിക്കുന്നതാണ്. അടുത്തത് ഓഡോ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ദൂരം അളക്കുന്നതാണ്, സ്പീഡ് അളക്കുന്നതാണ്. അത് ഒരു നോൺ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, കൊമേഴ്ഷ്യൽ പർപ്പസ് അല്ല. ഇനി പെഗ് മെഷർ എന്ന് പറഞ്ഞാലും എന്താണ്, കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. വാട്ടർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, വാട്ടർ അതോറിറ്റി അത് കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓഡോ മീറ്റർ ആണ്. ലീഗൽ ബാക്കിംഗ് ഇല്ലാത്തത്
ഓഡോമീറ്ററിനാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് അളവ് തൂക്ക സ്റ്റാൻഡേർഡുകളുടെ സ്ഥാപനം, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദ്യം വരിക. അപ്പം നമ്മുടെ 1976 42 ഭേദഗതി പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? കൺകറന്റ് ലിസ്റ്റിലേക്ക് ഇന്ദിരാഗാന്ധി അതിന് മാറ്റിയിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ദ ലീഗൽ മെട്രോളജി, അതിന്റെ സ്പെല്ലിംഗ് കണ്ടല്ലോ, OIML ആണ് അതിന്റെ ഷോർട്ട് ഫോം, സ്പെല്ലിംഗ് അല്ല ഷോർട്ട് ഫോം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ദ ലീഗൽ മെട്രോളജിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? അത് പാരീസിലെ ഫ്രാൻസ് ആണ് ആ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. പുതിയ കുറച്ച് മാറ്റങ്ങൾ 2019 വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, അതൊക്കെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുമ്പം എന്താണ്? അളവ് തൂക്ക ഉപകരണങ്ങൾ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ട സ്ഥലം നിശ്ചയിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുന്നതിനുള്ള അധികാരി എവിടെ നിന്നറിയാവോ? നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ എൻഫോഴ്സ്മെന്റ് റൂൾസിൽ നിന്നുള്ള ചോദ്യമാണ്. ആരാണ് ആ അധികാരി എന്ന് പറയുന്നത്? ഇപ്പം ലീഗൽ മെട്രോളജി ഡയറക്ടർ ഉണ്ട്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഉണ്ട്, ലീഗൽ മെട്രോളജി കൺട്രോളർ ഉണ്ട്, ലീഗൽ മെട്രോളജി ഡെപ്യൂട്ടി കൺട്രോളർ ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ലീഗൽ മെട്രോളജി കൺട്രോളർ ആണ്. ഓപ്ഷൻ സിയിൽ വരുന്ന ലീഗൽ മെട്രോളജി കൺട്രോളർ ആണ് വരിക. ഓപ്ഷൻ സി ആണ് അവിടെ നമുക്ക് ആൻസർ വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ചില്ലറ വിൽപ്പന പാക്കേജിന്റെ നമ്മൾ എവിടെ നിന്നറിയോ? കമ്മോഡിറ്റി റോൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2011 കമ്മോഡിറ്റി റോൾസ്, നമ്മൾ പാക്കേജിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. ചില്ലറ വിൽപ്പന പാക്കേജിന്റെ പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലിന്റെ അകത്ത് അളവ് പ്രഖ്യാപിച്ചിട്ടുള്ളതിന് ഇടത് ഭാഗത്തായി ഒഴിഞ്ഞു കിടക്കേണ്ട സ്ഥലത്തിന്റെ ഏറ്റവും കുറഞ്ഞ വലിപ്പം എത്രയാണെന്നാണ് ചോദ്യം വരുന്നത്. അപ്പം അതൊരു പട്ടിക അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിൽ നിന്നുള്ള ചോദ്യമാണ്. ഇവിടെ ആൻസർ വരിക ഇരട്ടിയാണ്. അവിടെ എത്രയാണോ അക്ഷരം വരുന്നത് ആ അക്ഷരത്തിന്റെ ഇരട്ടി ഉയരം, 2 അക്ഷരത്തിന്റെ ഉയരമാണ് അവിടെ വരിക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് പഠിക്കാനല്ല, എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഇനി വരുന്നത് ചില്ലറ വിൽപ്പനയ്ക്കുള്ള പാക്കേജും മേൽ നിർമ്മാതാവിന്റെ പൂർണ്ണ മേൽവിലാസത്തിന് പകരമായി ഉപഭോക്താവിന് ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള അടയാളം മതിയാകും എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള പാക്കേജിന്റെ കപ്പാസിറ്റി എത്രയാണ്? ഇത് നമ്മുടെ റൂൾ 8 പ്രകാരമുള്ളതാണ്. അപ്പോൾ ഇവിടെ 5 ഘന സെന്റിമീറ്റർ ആണ് ആൻസർ വരുന്നത്. 5 ഘന സെന്റിമീറ്ററോ അതിൽ കുറവോ ഉള്ളതിന് എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്തെങ്കിലും അടയാളങ്ങൾ മതി. അതാണ് ചോദ്യം വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് റൂളിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എത്ര സെക്ഷൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നാണ് നിലവിൽ വന്നതോ അതൊക്കെ പഠിക്കണം. സെക്ഷൻസിൻ്റെ കാര്യം എത്ര എണ്ണമൊന്നും നമുക്ക് വേണ്ട കാര്യമില്ല. സ്പെസിഫിക്കലി അവിടെ സെക്ഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സെക്ഷൻസ് പഠിച്ചാൽ മതി. അത് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. ഇനി ഫ്യൂവൽ ഡിസ്പെൻസറിലൂടെ നൽകുന്ന പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ അളവ് ഉറപ്പുവരുത്തുന്നതിനായി ചില്ലറ വ്യാപാര പമ്പിൽ സൂക്ഷിക്കേണ്ട അളവ് പാത്രത്തിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? അടുത്തൊരു ചോദ്യമാണ്. അത് വരിക 5 അല്ലെങ്കിൽ 10 ആണ് വരിക. അത് ഇവിടെ ഓപ്ഷൻ ഡിയിലാണ്. 5 അല്ലെങ്കിൽ 10 ആണ്. ഇതും എന്താണ്? നമ്മുടെ എൻഫോഴ്സ്മെന്റ് റൂൾസിൽ അല്ലെങ്കിൽ കൊമ്മോഡിറ്റി റൂൾസിൽ പറയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്ന് നീക്കുവാൻ കഴിയാത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ മുദ്ര ചെയ്യേണ്ട തീയതിക്ക് എത്ര ദിവസം മുമ്പ് ഉപയോക്താവ് ലീഗൽ മെട്രോളജി ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണം എന്നുള്ള ചോദ്യമാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ RTIയിലാണെങ്കിലും ദിവസക്കണക്കുണ്ട്, രൂപക്കണക്കുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും പഠിക്കാനുണ്ട്. ഇനി നമ്മൾ പോക്സോ എടുക്കുമ്പോൾ കുറേ കുറ്റകൃത്യങ്ങളും ഉണ്ട്, അതിന് ശിക്ഷാ കാലാവധി ഉണ്ട്. അതുപോലത്തെ ഉള്ളതും നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരിക എത്രയാണ്? 30 ദിവസമാണ്. ഓപ്ഷൻ ബിയിലുള്ള 30 ദിവസമാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പം കണ്ടല്ലോ, 10 ചോദ്യങ്ങൾ കണ്ടല്ലോ. അപ്പം പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന 10 ചോദ്യങ്ങളാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി കഴിഞ്ഞ തവണത്തെ 1ാം റാങ്കുകാരൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 83 മാർക്കാണ്.
ഏകദേശം 75ഓളം പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും 75ാമത്തെ മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം 74ഓളം ആയിരുന്നു. ഓക്കെ, അപ്പം എത്രയാണ് 12 മാർക്കിൻ്റെ അല്ലെങ്കിൽ ഏകദേശം 9-10 മാർക്കിൻ്റെ ഗ്യാപ്പിൽ 75 പേരാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ടോപ്പിക്കുകൾക്ക് എന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം ഏകദേശം 65ഓളം, ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്ത ഒരു തസ്തികയാണ്. കഴിഞ്ഞ തവണ 65ഓളം അഡ്വൈസ് പോയി. അതിൻ്റെ അകത്ത് 33 സ്പാർക്ക് ഐഡിയകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 33-35 സ്പാർക്ക് ഐഡിയകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അടുത്ത വരുന്ന നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിലേക്കുള്ള പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവർക്കായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു അടിപൊളി ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡ് സെഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് CCയുടെ വർക്കൗട്ടും എക്സാംസും അടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും, മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അടക്കമുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ 8590202323 എന്ന് പറയുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യും, ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അതിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രീ ഗ്രൂപ്പ് കൂടി തുടങ്ങുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ഫ്രീ ഗ്രൂപ്പ് കൂടെ തുടങ്ങുന്നുണ്ട്. ആ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി താഴെ ഉണ്ടാകും. ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു കോഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് റിപ്ലൈ ഉണ്ടാകും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.